ആരാധനയുടെയും സ്തുതിയുടെയും ശക്തി. ക്രൈസ്തവ ജീവിതത്തിൽ ആരാധനയ്ക്കും സ്തുതിക്കും അതിരുകളില്ലാത്ത ശക്തിയുണ്ട്. അത് കേവലം പാട്ടുപാടുകയോ പ്രാർത്ഥിക്കുകയോ മാത്രമല്ല, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ആഴത്തിലുള്ള പ്രകടനമാണ്. പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവിക പരമാധികാരത്തെയും ശക്തിയെയും വിശ്വസ്തതയും അംഗീകരിക്കുന്നു. സങ്കീർത്തനം 150:6 ഇങ്ങനെ കാണുന്നു: ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. ഇത് ഓരോ ശ്വാസത്തിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വാക്യം നൽകുന്നത്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ വെച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്തതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 16 കാണുവാൻ കഴിയും. ആരാധനയിലൂടെയും സ്തുതിയിലൂടെയും ലഭിക്കുന്ന വിടുതലിൻ്റെ ഉത്തമ ശക്തിയുടെ ഉദാഹരണമാണ്. സ്തുതിയും ആരാധനയും നമ്മുടെ ആത്മാവിനെ ഉണർത്തുകയും ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ അടുപ്പിക്കുകയും ചെയ്യുന്നു. ഭയവും ഉത്കണ്ഠയും നമ്മെ കീഴടക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുവാനും ദൈവിക ശക്തി ആശ്രയിക്കുവാനും നമ്മെ സഹായിക്കും. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടം. തെസ്സലോനിയർക്ക് എഴുതിയ 1 ലേഖനം 5 അതിൻ്റെ 16 നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിൽ നിന്നുള്ള അത്ഭുത പ്രവൃത്തികൾക്ക് നാം വഴിയൊരുക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.